ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങളും സൈറായും കൂടി ഒരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. അവളത് ഓട്ടോറിക്ഷയിൽ കയറ്റി കിട്ടിയേക്കാണ്. ഞങ്ങളുടെ ഓട്ടോറിക്ഷയിലാണ് പോണത്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്രോസ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ഇതിന് ചെനയില്ല ഗെയ്സ്. ചെനയുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ 2 മാസമായി കൊണ്ടുനടക്കണം. പക്ഷേ നമുക്ക് ചെനയില്ല. ഇന്നലെ തുടങ്ങി അത് ചെറുതായിട്ട് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ഇത് കരച്ചിലില്ലാന്നേ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റണില്ല. കരച്ചിലുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് മനസ്സിലാവണില്ല നമുക്ക്. അതൊരു ഫാൾട്ടാണ്. മുട്ടന്മാരുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതേ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ അവളെ പിടിച്ച് കെട്ടിയിരുന്നു. എന്നിട്ട് അവിടെ എണിപ്പിച്ച് നിർത്തിയിട്ട് വണ്ടി ഓടി തുടങ്ങിയപ്പോൾ ഞാനും മോളും കൂടിയാണ് പോണത്. രണ്ടുപേരും ഇടയിൽ കയറി മനുഷ്യന്മാർ ഇരിക്കുകയാണ്. താഴെ കിടക്കണമില്ല. അവിടെ എണീറ്റ് നിന്നതായിരുന്നു. പക്ഷേ തല മാത്രം താഴെയിട്ടിട്ട് ബാക്കി ഉടലൊക്കെ ഞങ്ങളുടെ കൂടിയാണ് ഇരിക്കുന്നത്. കണ്ട എൻ്റെ ബാഗൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ മാറ്റിട്ട് അതൊക്കെ ഫോണും ബാഗൊക്കെ പിള്ളേർ ഇരുന്നിട്ട് സ്ഥലം കിട്ടാൻ തള്ളണ മാതിരിയാണ് തള്ളണത്. മോള് അതിനെ കാലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കയറി ഇരുന്നതാണ് ഓട്ടോറിക്ഷയിൽ. പക്ഷെ അവൾക്ക് താഴെ കിടക്കൂല. ഞാൻ സീറ്റുമ്മേ തന്നെ ഇരിക്കുള്ളൂ, നിങ്ങൾക്കും അത്ര ഇരുന്നാൽ മതിയോ എന്നുള്ള രീതിയിലാണത്. കയറി നല്ല സുഖമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും നടുക്ക് കയറി ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതിനെ കൊണ്ടുപോണത് മാറമ്പള്ളിയിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫാമിലേക്കാണ്. ഇവളെ കഴിഞ്ഞ പ്രാവശ്യം അവിടേക്കാണ് കൊണ്ടുപോയി ക്രോസ് ചെയ്യിച്ചേർന്ന്. ഞങ്ങളിവിടെ ഒന്ന് മേടിച്ചത് അവിടെ നിന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് എളുപ്പം ഇപ്പോൾ അവിടെയായിട്ട് തോന്നി. വേങ്ങൂരിൽ നിന്നാണ് ഇതിനെ വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം ക്രോസ് ചെയ്ത് അവിടെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇത്തവണ ഇവിടെ മാറമ്പള്ളിയിൽ ഉണ്ടെന്നുള്ള കാരണം അവിടെയാണ് കൊണ്ടുപോയി ക്രോസ് ചെയ്തായിരുന്നു. പക്ഷെ എന്തോ മതി ശരിയായില്ല, അതുകൊണ്ടാണോ എന്നറിയില്ല. അത് ശരിയായിട്ടില്ല ക്രോസിങ്. അപ്പോൾ ഇത് രണ്ടാമതും കൊണ്ടുപോകണം. അപ്പോൾ പൈസ ഇത്തവണ കൊടുക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം പൈസ കൊടുത്ത് ക്രോസ് ചെയ്തതാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു പിടിച്ചില്ലെങ്കിൽ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഒന്നുകൂടി കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാനായിട്ട് വന്നേക്കാണ്. ഇപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. പെട്രോളല്ല ഡീസൽ അടിക്കുക. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ഫാമിൽ എത്തിയപ്പോൾ അവളെ ഇറക്കി വെക്കാൻ കൊണ്ട് കൊണ്ടുപോകണം ക്രോസ് ചെയ്യാൻ വേണ്ടി. ബീറ്റിൽ മുട്ടനാണിട്ടത്. ഇവനെ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്രോസ് ചെയ്യിച്ചത്. ഇത് ഇവരുടെ ഫാം വലിയ ഫാമാണ് കേട്ടോ. 40 പെടകളൊക്കെ ഉണ്ട് ഫാമിൽ. മുട്ടന്മാർ തന്നെ ഉണ്ട്, ഒരു 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 4 എണ്ണം ബീറ്റിലാണ്. ഇത് മറ്റേ പഞ്ചാബി ബീറ്റിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചെവി നല്ല നീളത്തിലൊക്കെ ഉണ്ട്. സൈസും ഉണ്ട് കേട്ടോ. ഇവനും അതെ, നല്ല സൈസുണ്ട്. നല്ല സൈസുള്ളത്. ആർക്കെങ്കിലുമൊക്കെ ക്രോസ് ചെയ്യാൻ, ആടുകളെ ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാണെങ്കിൽ ഇവിടേക്ക് അടുത്തുള്ളവർക്ക് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ വരുമ്പോൾ അവരുന്ന് മാറമ്പള്ളിയിൽ വരാൻ അധികം ഇതില്ലല്ലോ. അപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ അവർ ആടിനൊക്കെ ഫുഡ് കൊടുക്കണ സമയമായിരുന്നു. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആടിനെ ആ ചേട്ടൻ അവിടെ ഒരു കമ്പി പോലെ, ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ. അതുമ്മ കെട്ടിയിടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ ബാലൻസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.